ബിഗ് ബോസിന് ശേഷം അഖിൽ മാരാരുടെ അടുത്ത ലക്ഷ്യം ഒരു രാഷ്ട്രീയക്കാരനാവുക എന്നതായിരുന്നു. ചുരുങ്ങിയ പക്ഷം കേരളത്തിൽ ഒരു MLA എങ്കിലും ആകണം. നോക്കിയപ്പോൾ അതിനു പറ്റി ഏറ്റവും നല്ല പണി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ വ്യത്യസ്തമായി അഭിപ്രായം പറയുക എന്നതായിരുന്നു. അതിനുവേണ്ടി എന്ത് തറ പണി കാണിക്കാനും പുള്ളിക്കൊരു മടിയുമില്ല. ചുമ്മാ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും പാർട്ടിയുടെ വക്താവാകുന്നതാണ് നല്ലതെന്നും അയാൾക്കറിയാം. അങ്ങനെ ആദ്യം CPM-നെ കുറ്റം പറഞ്ഞും മറ്റും കോൺഗ്രസിന്റെയും BJP-യുടെയും കൂടെ ഒട്ടാൻ ചെന്നെങ്കിലും ആരും ഇത് കാര്യമായി ഗൗനിച്ചില്ല. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ BJP-യെ സുഖിപ്പിച്ചുകൊണ്ട് അഖിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. സവർക്കറെ കുറിച്ച് 5-6 വർഷം മുമ്പ് എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് ചിലർ വരുന്നത്. ഇന്ദിരാഗാന്ധി സ്റ്റാമ്പിറക്കി ആദരിച്ച സവർക്കർ തനിക്ക് യാതൊരു ബഹുമാനക്കുറവും ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ്. സുഡാപ്പികളെ പേടിച്ച് സവർക്കർ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടായിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ട് സംഖ്യയാകുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂ എന്നും കൊട്ടാരക്കരയിൽ BJP സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ വിജയിച്ചു കയറുമെന്നുമാണ് അഖിൽ മാരാർ കുറിച്ചത്. എന്നാൽ അതും ഏറ്റില്ല. BJP പുറങ്കാൽ കൊണ്ട് തൊഴിച്ചെറിഞ്ഞപ്പോൾ കുറച്ചു കാലമൊന്നും മിണ്ടാതിരുന്ന് നോക്കി. പുലി പതുങ്ങുന്നത് കൂടുതൽ ആക്രമിക്കാനാണെന്ന് പറയുന്നത് പോലെ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം വരുന്നത്. കോൺഗ്രസിൽ കയറാൻ പറ്റിയ അവസരം ഇതിനും നല്ലത് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്നും നോക്കാതെ എടുത്തങ്ങ് ചാടി. പക്ഷെ ഇപ്രാവശ്യം മുന്നം അല്പമൊന്ന് തെറ്റിയെന്നാണ് കേട്ടത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചെന്ന കുറ്റം ചുമത്തി അഖിൽ മാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. BNS 152 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ BJP കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പഹൽഗാം ആക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിൽ ഇട്ട അഖിൽമാരുടെ പോസ്റ്റ് സംബന്ധിച്ചാണ് പരാതി നൽകിയത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനെതിരെ മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയെന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കം വേണ്ട എന്നും എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് എന്നും യുക്രൈൻ പോലെ ഒരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി മോദിയെയും അഖിൽ മാരാർ വിമർശിച്ചിരുന്നു. പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും പണി പുറകെ വരുന്നുണ്ടായിരുന്നു. ഇയാളെ പിടിച്ച് അകത്തിട്ടാൽ അടുത്ത കരച്ചിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിച്ചു എന്ന പേരിലാകും. എങ്ങനെയെങ്കിലും പ്രശസ്തി നിലനിർത്തണം എന്നതിൽ കവിഞ്ഞ ഉദ്ദേശമില്ലാത്ത ഒരാൾ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്?